വെൽക്കം ബാക്ക്. അങ്ങനെ എയർപോർട്ടിലിറങ്ങി നേരെ റൂമിലേക്ക് എത്തി. യാത്രയെക്കുറിച്ചുള്ള ഒരു വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. റൂമൊക്കെ നല്ല അടിപൊളിയായിരുന്നു. റൂമും ലൊക്കേഷനൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പെട്ടി പൊട്ടിച്ചപ്പോൾ നോർമലി നാട്ടിൽ നിന്ന് വരുമ്പോൾ എന്തുണ്ടാവില്ല, ചക്ക, മാങ്ങ, തേങ്ങ, പിന്നെ പത്തൽ പൊടി, മുളക് പൊടി, ബീഫ് ഫ്രൈ, റോളപ്പം, സമോസ, ഉന്നക്കായ, കല്ലുമ്മക്കായ പൊരിച്ചത്. അങ്ങനെ ഫ്രിഡ്ജ് നിറഞ്ഞ് ഏത് കെട്ടിലാണ് ഏത് സാധനം ഉള്ളതെന്ന് ഓർമ്മയില്ല. ഞാൻ വരുന്ന സമയത്ത് ചക്കൻ്റെ സീസൺ തുടങ്ങിയതേ ഉള്ളൂ. അതുകൊണ്ട് മൂപ്പത്താത്ത ചക്കയാണ് ഞാൻ കൊണ്ടുവന്നത്, കറിയെങ്കിലും വെക്കാമെന്ന് വിചാരിച്ചിട്ട്. ഇവിടെ വന്നപ്പം ചക്കയുള്ളത് ഓർമ്മയില്ല. 2 ദിവസം കഴിഞ്ഞ് പൊട്ടിച്ച് നോക്കുമ്പോൾ ചക്കയുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലായി, മൂക്കാത്ത ചക്കയും ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ നല്ല പഴുക്കും ചെയ്യും, മധുരവും ഉണ്ടാവുന്നു. അങ്ങനെ ഞാൻ പിന്നെ കറി വെക്കാൻ കൊണ്ടുവന്ന ചക്ക അപ്പം ചുട്ട്. സൂപ്പറായിട്ടുണ്ട് കേട്ടോ, നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതൊക്കെ ഓരോന്നായി ട്രൈ ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന തേങ്ങ ഉപയോഗിച്ച് നല്ല ചിക്കൻ കറിയും സാമ്പാറൊക്കെ ഉണ്ടാക്കി. രണ്ട് ദിവസം കഴിഞ്ഞപ്പം എൻ്റെ അനിയൻ എന്നെ കാണാൻ വന്നു, ടോയ്സും ഫ്രൂട്ട്സൊക്കെ ആയിട്ട്. അവനിക്കിതൊക്കെ കഴിക്കാനുള്ള ഭാഗ്യം കിട്ടി. അതേ ദിവസം രാത്രിയാകുമ്പം എളാപ്പാൻ്റെ മകനും സ്വീറ്റ്സൊക്കെ വാങ്ങിയിട്ട് റൂമിലേക്ക് വന്നു. അവനിക്കും ഈ പള്ളിക്കറി കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി. ആദ്യം വരുന്നവർക്കൊക്കെ ഈ പള്ളിക്കറി കഴിക്കാനുള്ള ഭാഗ്യം കിട്ടി. അതിലെനിക്ക് സങ്കടമായത് നിസാർ ചാക്ക് എയർപോർട്ടിൽ വന്ന സമയത്ത് കൊടുക്കാൻ പറ്റിയിട്ടില്ല, കാരണം ലഗേജിലായിരുന്നു. ആ ബേജാറ് എനിക്ക് തീർന്നത് എൻ്റെ ഏട്ടന് പെരുന്നാളിന് വന്നപ്പോഴാണ്.